അച്ഛനെ എല്ലാവരും വിളിക്കുന്നത് ദേവര ദേവര എന്നാണ്. മകനെ എല്ലാവരും വിളിക്കുന്നത് വരാ വരാ എന്നാണ്. അച്ഛൻ്റെ പേര് കേശവ എന്നായിരുന്നെങ്കിൽ ഇവർ മകനെ എന്ത് വിളിച്ചാനെ? അല്ല, മകൻ്റെ പേര് വരദ എന്നുള്ളത് ഷോർട്ടാക്കിയാണ് അവർ വരാ വരാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് സംസാരിക്കാനുള്ളത് ദേവര പാർട്ട് 1 എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ്. കടലിൻ്റെ പശ്ചാത്തലത്തിൽ കരൾ കിടക്കുന്ന ഒരു കഥയാണ് ദേവര പാർട്ട് 1. കടലെന്ന് പറയുന്നത് ലോകത്തെ ഏത് കഥയേക്കാളും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് കടലിനെ ജയിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കഴിവിൻ്റെ ഒരു എക്സ്ട്രീം എൻഡാണ്. അത് ചെയ്തയാളുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ക്യാപ്റ്റൻ അഭിലാഷ് ടോമി നടത്തിയ ആ സാഹസികമായ യാത്രയുടെ വിവരങ്ങൾ നമുക്ക് കുക്കു FM-ൽ ആസ്വദിക്കാം. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്നാണ് ആ ഷോയുടെ പേര്. നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു പുസ്തകം വായിച്ചു തരികയാണ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മുടെ സൗകര്യത്തിന് അത് ആസ്വദിക്കാം. മികച്ച ശബ്ദ മിശ്രണത്തോടുകൂടി എൻജോയ് ചെയ്യാം, അതും ഫ്രീ ആയിട്ട്. കാരണം കുക്കു FM 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് സൗജന്യമായിട്ട് തരുകയാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന് സെർച്ച് ചെയ്യുക. ഇനി അതുമാത്രമല്ല, അനവധി വിഭാഗങ്ങളിലായി ഒട്ടനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയ ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നമുക്ക് ദേവരയിലേക്ക് വരാം. ദേവരയുടെ കഥയിൽ നിന്ന് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു കഥയാണ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. രാജ്യത്തിന് വേണ്ടി ധീരമായി പോരാടിയ ഒരുപാട് പോരാളികൾ അവർ പട്ടിണിയും പരിവട്ടവും സഹിക്കാൻ പറ്റാതായപ്പോൾ കള്ളക്കടത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ കള്ളക്കടത്തുകാരെ സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ബോധോദയം വരികയാണ്. അപ്പോൾ അയാൾ കൂട്ടുകാരോട് പറയുന്നു, കള്ളക്കടത്ത് ഈസ് എ ഡേർട്ടി ബിസിനസ്, അത് ഞാൻ ചെയ്യില്ല, നിന്നെ ചെയ്യാൻ അനുവദിക്കുകയുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നിൽക്കുകയാണ്. സ്വാഭാവികമായും ബാക്കിയുള്ളവർ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? 3 സെൻറ്റൻസിൽ അത് പറയാൻ പറ്റും. പക്ഷേ അതാണ് 3 മണിക്കൂർ എടുത്ത് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സൗത്ത് ഇന്ത്യൻ സിനിമകളിലുള്ള വളരെ ടിപ്പിക്കലായിട്ടുള്ള ആ ഇമോഷണൽ സംഭവങ്ങൾ, അത് നമുക്ക് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് രംഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അമ്മ വക സെൻറ്റി പാസം തുടങ്ങിയ കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. അമ്മ, മകൻ, പിന്നെ മകൻ്റെ പഠിപ്പ്, അവൻ്റെ മരിപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറേ സെൻറ്റിമെൻറ്റ് സീനുകളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരൊറ്റ കുറവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ, അതിലൊന്നിലും ഒരു വികാരവും തോന്നിയില്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ പ്രണയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജാൻവി കപൂർ അഭിനയിച്ചിട്ടുള്ള ആ സീക്വൻസുകൾ മുഴുവനായും വെട്ടിമാറ്റി കഴിഞ്ഞാലും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തിന് പോലും മനസ്സിലാവില്ല ഇങ്ങനെ കുറേ സീൻ പോയിട്ടുണ്ടെന്ന്. അത്രയും മനോഹരമായി പ്രണയരംഗങ്ങൾ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു സിനിമയാണിത്. പിന്നെ വൈ കട്ടപ്പ കിൽഡ് ബാഹുബലി എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം സിനിമ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ സമയമെടുത്ത് സാവകാശത്തിൽ നല്ല ഉത്തരവൊക്കെ കണ്ടുപിടിച്ച് പയ്യെ കൊണ്ടുവന്നാൽ മതി, ഇവിടെ ഒരു ധൃതിയില്ല അറിയാൻ എന്ന് പറയുന്ന പോലെയാണ് എനിക്കതിനൊരു മറുപടി തോന്നിയത്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ പ്രകാശ് രാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകനിലെ മൂപ്പൻ്റെ വേഷം പുള്ളി ഈ സിനിമയിൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. തള്ളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ തള്ള. പിന്നെ സെയ്ഫ് അലി ഖാൻ ശരിക്കും ജൂനിയർ NTRനോട് കട്ടയ്ക്ക് മത്സരിച്ച് നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി ഫസ്റ്റ് ഹാഫിൽ ഒരു എക്സ്പ്രഷൻ എൻ്റെ മുഖത്തുനിന്ന് വരില്ലടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബലം പിടിച്ചിട്ടുള്ളൊരു അഭിനയമുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല. പക്ഷെ അതിൽ ജൂനിയർ NTR തന്നെയാണ് ജയിച്ചത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ NTRൻ്റെ കാറ്റ് കുറച്ച് അഴിച്ചു വിടുന്നുണ്ട്, പക്ഷേ പിന്നെയും ആ കാറ്റ് തിരിച്ചു കയറുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ജാൻവി കപൂർ ബ്രില്യൻ്റ്ലി കംപ്ലീറ്റ്ലി നെഗ്ലിജിബിൾ. ആൻഡ് മലയാളികളായിട്ടുള്ള സുദേവ് നായരുണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് പുള്ളീനെ ഇതിലേക്ക് അവർ കാസ്റ്റ് ചെയ്തതെന്നാണ്. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള അത്രയും കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ഒരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യം നടക്കുന്ന സമയത്ത് പുള്ളി ഒരു കാര്യമില്ലാതെ പോയിരുന്ന് സേർട്ട് വലിക്കുക. ശരിക്കും അതൊരു വലിയ ബ്രില്യൻസ് ആണ്. പിന്നെ പറയേണ്ടത് ഇതിലെ ഫൈറ്റ് രംഗങ്ങളെക്കുറിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ കുറച്ചൊക്കെ ഭേദമായിട്ട് അല്ലെങ്കിൽ നന്നായി എടുത്തിട്ടുണ്ടല്ലോ എന്ന് കരുതി കുറച്ചെങ്കിലും ഒരു ആശ്വാസം പകരുന്നത് ഈ ഫൈറ്റ് രംഗങ്ങളാണ്. ടിപ്പിക്കൽ തെലുങ്ക് പടങ്ങളിൽ നമ്മൾ കാണുന്നത് പോലത്തെ കോടാലിയും പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള വെട്ടുകുത്ത് കൊലയൊക്കെ തന്നെയാണ്. അതിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഇതുണ്ട്. പിന്നെ ഇതിലെ കടൽ, VFX, വിഷ്വൽസ്, അതിലേക്കൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കടലാണ്. ചെങ്കടൽ എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 പേരെയൊക്കെ കൊന്നിട്ട് കഴിഞ്ഞാൽ കടൽ മുഴുവൻ കംപ്ലീറ്റ് അങ്ങ് ചോപ്പായി പോകും. അത്രയും ഇങ്ങനെ ചോപ്പാകാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഒരു കടലാണത്. ആ കടലിൽ മൊത്തം 3 സ്രാവാണുള്ളത്. ഒരു സ്രാവിനെ അച്ഛൻ ജൂനിയർ NTR കൊന്നു, രണ്ടാമത്തെ സ്രാവിനെ മകൻ ജൂനിയർ NTR കൊന്നു എന്ന് അവകാശപ്പെടുന്നു. 3ാമത്തെ സ്രാവ് എന്താണെന്നുള്ളതാണ് സസ്പെൻസ്, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ സ്രാവുകളെ മാറ്റി നിർത്തിയാൽ ആ കടലിൽ ആകെയുള്ളത് കുത്തി നിർത്തിയ കുറച്ച് എല്ലും കഷ്ണങ്ങൾ മാത്രമാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് വിഷ്വലി
റിച്ചായിട്ട് ഒരുപാട് പൈസ മുടക്കി നമ്മൾ എടുത്തതാണ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് വിഷ്വൽസ് നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. ഈ സിനിമയുടെ മ്യൂസിക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അനിരുദ്ധ് എന്തായാലും ഒരു 6 മാസത്തെ ഒഴിച്ചിലിന് പോയിട്ടുണ്ടാകും. അത്രയധികം പണി പുള്ളി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത പല സീനുകൾ പുള്ളിയുടെ മ്യൂസിക്കിൻ്റെ പുറത്ത് മാത്രം നമുക്ക് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സിനിമയിൽ ചുട്ടമല്ലി എന്ന് തുടങ്ങുന്ന ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഈ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ട്രാക്ക്. അതിനകത്ത് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് തിയേറ്ററിൽ എല്ലാവരും കോറസ് പാടുന്ന പോലെ കൂടെ വിളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജയ് NTR, ജൂനിയർ NTR വിളിയൊക്കെ ഉണ്ടായിരുന്നു. ആ വിളിയും കേൾക്കാൻ നല്ല സുഖമുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് പാർട്ട് ഇറങ്ങി സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആളുകൾക്ക് മറന്നു പോകുന്ന അങ്ങനത്തെ കുറേ സിനിമകളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പൊസിഷനിൽ തന്നെ വരുന്ന സിനിമയാണ് ദേവര പാർട്ട് 1 എന്നാണ് ഫീൽ ചെയ്തത്. ഞാൻ ഇതിൻ്റെ തെലുങ്ക് വേർഷനാണ് കണ്ടത്, ഇംഗ്ലീഷ് സബ് ടൈറ്റിലോടുകൂടി. മലയാളം എങ്ങനെയുണ്ട് ഡബ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ കണ്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ എന്ന് പറയുന്നത് പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.